അള്ളാഹു നമ്മെല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ. വിശുദ്ധ റമദാനിൻ്റെ അവസാനത്തെ ലാപ്പിലാണ് നമ്മളുള്ളത്. നാഞ്ഞ് പിടിച്ച് ലക്ഷ്യപൂർണമായ തഖ്വയിലേക്കുള്ള പ്രയാണത്തിലാണ്. അള്ളാഹു നമ്മെ മുത്തഖീങ്ങളിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ. വളരെ സന്തോഷം തോന്നുകയാണ് ഇവിടെ ഇങ്ങനെ നിൽക്കുമ്പോൾ. 6 മാസം ഞാനിവിടെ ഉണ്ടായിരുന്നു. വളരെ ജീവിതത്തിൽ വ്യത്യസ്തമായ ഒരുപാട് അനുഭവങ്ങൾ നൽകിയ മഹല്ലും നാട്ടുകാരും സംഘാടകരുമാണ് ഇവിടെ. ഇപ്പോൾ കരുവാരക്കുണ്ട് പുൽവട്ട എന്ന സ്ഥലത്താണ് ജോലി ചെയ്യുന്നത്. മാർച്ച് മുതലാണ് അവിടെ ജോയിൻ ചെയ്തത്. വളരെ സന്തോഷത്തിൻ്റെ ഫ്രീ ടൈമിനെ കുറച്ചുകൂടി അവസരമുള്ള ഒരു സ്ഥലമാണ്. കുറഞ്ഞ ആളുകളുള്ള 10 കൊല്ലമായിട്ടുള്ള പള്ളിയൊക്കെ ഉണ്ടാക്കിയിട്ട് മദ്രസയില്ല. 2 റൂം മാത്രമാണ് മദ്രസക്കുള്ളത്. പള്ളിൻ്റെ ഉള്ളിലാണ് 3-4 ക്ലാസ് ഉള്ളത്. അങ്ങനത്തെ 115ഓളം കുട്ടികൾ പങ്കെടുക്കുന്ന നല്ല മനോഹരമായൊരു സ്ഥലത്താണുള്ളത്. ഇതുപോലെ തന്നെ ഏതായാലും അള്ളാഹു നിങ്ങളെ കാണാൻ ഈ അവസരം ഇത് വലിയ ഒരു സന്തോഷമായി. ആദ്യം അള്ളാഹുവിനെ സ്തുതിക്കുന്നു. അൽഹംദുലില്ലാഹ്. ഞാനൊരു ചെറിയ കഥ പറയാമെന്ന് വിചാരിക്കണം. നമ്മളെ കൂട്ടത്തിലെ നമ്മൾ ഒരു യാത്ര പോവാണ്. യാത്ര എന്ന് പറയുമ്പോൾ നമുക്കൊക്കെ സന്തോഷമുള്ള കാര്യമാണ്. പ്രത്യേക ഒരുക്കങ്ങൾ നടത്തുന്ന ആളുകളാണ് നമ്മൾ യാത്രയ്ക്ക് വേണ്ടിയിട്ട്. നേരത്തെ തന്നെ ആളുകളോടൊക്കെ പറയും, ആവശ്യമായ പാഥേയങ്ങളൊക്കെ റെഡിയാക്കും. യാത്രക്കിടയിൽ ഉണ്ടാകുന്ന പ്രതിസന്ധികളെ തരണം ചെയ്യാൻ ആവശ്യമായ മറ്റു കാര്യങ്ങളൊക്കെ നമ്മൾ സംവിധാനിക്കും. അങ്ങനെ ഇദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ഏറ്റവും സങ്കീർണമായ, ഏറ്റവും പ്രസക്തമായ, ഒരിക്കലും ഒഴിവാക്കാൻ പാടില്ലാത്ത, തൻ്റെ യാത്രയിൽ ഇതല്ലാത്തൊരു വഴി മുമ്പിലില്ലാത്ത വിധം ഒരു യാത്ര പോവാൻ. യാത്രയിൽ അദ്ദേഹത്തിന് ഒരു ഓപ്ഷൻ ഉണ്ടെന്ന് വെച്ചാൽ ഏറ്റവും അടുത്ത, ഏറ്റവും ഇഷ്ടപ്പെട്ട 3 കൂട്ടുകാരെ വേണമെങ്കിൽ അയാൾക്ക് കൂടെ കൂട്ടാം. പക്ഷെ അവൻ്റെ കൂടെ സഹകരിക്കുന്നവരായിരിക്കണം. അങ്ങനെ അദ്ദേഹത്തിൻ്റെ കുടുംബത്തിനോടൊക്കെ യാത്ര പറഞ്ഞ് എല്ലാ സംഗതിയൊക്കെ ഒരുക്കിയതിനു ശേഷം ഏറ്റവും അടുത്ത കൂട്ടുകാരോട് ചെന്ന് പറഞ്ഞു, ഞാനേ ഒരു യാത്ര പോവാൻ, നീ ഉണ്ടാവണം എൻ്റെ കൂടെ. അപ്പോൾ കേട്ട കൂട്ടുകാരൻ പറഞ്ഞു, ഞാൻ ഉണ്ടാവും. അല്ല, ഞാനല്ലാതെ നീ മുന്നോട്ട് പോകില്ലല്ലോ. ഞാൻ എന്തായാലും ഉണ്ടാവും, നമുക്ക് ഒന്നിച്ചു പോകാം. അല്ല, നമുക്ക് മറ്റവനും കൂടി വിളിക്കണ്ടേ? 2ാമത്തെ ആൾ ഇവൻ്റെ തന്നെ മറ്റൊരു അടുത്ത കൂട്ടുകാരനാണ്. അവനെ വിളിക്കണം. അവനുണ്ടെങ്കിലാണ് നമുക്കൊരു ഭംഗിയും രസവും ഒരു കൂട്ടായ്മയും കിട്ടുള്ളൂ. അവനെയും കൂടി വിളിക്കാം. അവൻ്റെ അടുത്ത് എന്നിട്ട് പറഞ്ഞു, ഇവനൊരു യാത്ര പോകുന്നുണ്ട്, ഞാൻ അവനെ അനുഗമിക്കുന്നുണ്ട്, നീ ഉണ്ടാവില്ലേ? ഞാനുണ്ടാവും, ഞാനെന്തായാലും ഉണ്ടാവും. പഠിച്ചോനെ, ഞാനല്ലാതെ എങ്ങനെ? നമുക്ക് നല്ല ടീമായിട്ട് തന്നെ പോകണം, ഒരുപാട് രസകരമായ അനുഭവങ്ങൾ പങ്കുവെക്കണം. അപ്പോൾ ഈ അവസാനം വന്ന കൂട്ടുകാരൻ പറഞ്ഞു, അല്ല, നമുക്ക് മറ്റവനെ കൂടി വിളിക്കണ്ടേ? അപ്പോൾ ഓൻ വേണോ? ഒരു ചൊറ പിടിച്ച കേസാണ്, വേണമെങ്കിൽ മതി, വേണോ? വിളിച്ചു നോക്കാം, വരുന്നാലും കുഴപ്പമില്ല, വന്നില്ലെങ്കിലും കുഴപ്പമില്ല എന്നുള്ള രീതിയിൽ അങ്ങനെ ഒരു വിളിയുണ്ടല്ലോ. അപ്പോൾ അവരെല്ലാവരും കൂടി 3ാമത്തെ കൂട്ടുകാരനോട് ചെന്ന് പറഞ്ഞു, പിന്നെ ഇവനൊരു യാത്ര ഉണ്ട്, ഞാനും പോകുന്നുണ്ട്, ഇവനും പോകുന്നുണ്ട്, നിനക്ക് വേണമെങ്കിൽ വരാം, നല്ല താല്പര്യം ഉണ്ടെങ്കിൽ വരാം, കുഴപ്പമില്ല, വരാണെങ്കിൽ വന്നോ. അല്ല, ഞാനുണ്ടല്ലോ, നിങ്ങൾ ഇന്നല്ലാതെ പോവല്ലേ? അല്ല, ഈ പോന്നോ, എനിക്ക് പോരണമെങ്കിൽ പോരാ, പോരുണ്ടെങ്കിൽ പോരണ, വിളിച്ചില്ലാന്ന് പറയരുത്. അങ്ങനെ യാത്ര ആരംഭിച്ചു. സങ്കീർണമായിരുന്നു ആ യാത്ര. ചെങ്കുത്തായ പാതകളിലൂടെ, ഇടുങ്ങിയ കാടുകളിലൂടെ, വലിയ വലിയ ജീവികളൊക്കെ ഭയപ്പെട്ടുകൊണ്ട് ചിലപ്പോഴൊക്കെ മുട്ടുകുത്തി നിരങ്ങിയിട്ടാണ് യാത്ര മുന്നോട്ട് പോയത്. രസകരമാണ് എന്ന് പറയാവുന്നതോടൊപ്പം തന്നെ നിർണായകമായ യാത്രയായതുകൊണ്ട് കുറേ അങ്ങോട്ട് മുന്നോട്ട് പോയി. ഇടക്ക് സങ്കീർണമായൊരു ഘട്ടം വന്നപ്പോൾ 1ാമത്തെ കൂട്ടുകാരൻ അടുത്ത് നിന്ന് പറഞ്ഞു, ഞാൻ ഇവിടെ വരെ ഉള്ളൂ കേട്ടോ, എനിക്ക് വരാൻ കഴിയില്ല. അല്ല, അങ്ങനെയല്ലല്ലോ എനിക്ക് പറഞ്ഞത്, ഇയല്ല എൻ്റെ ആത്മാർത്ഥ സുഹൃത്ത്, എൻ്റെ കൂടെ ഉണ്ടാവുമെന്ന് പറഞ്ഞല്ലേ? അങ്ങനെ പറയല്ല, എൻ്റെ കൂടെ വേണം. ഒന്നും വിചാരിച്ചിട്ട് കാര്യമില്ല, ഇതുവരെ എനിക്ക് വരാൻ പറ്റുള്ളൂ, ഇതിൻ്റെ അപ്പുറത്തേക്ക് എനിക്ക് വരാൻ കഴിയില്ല. പൊട്ടിക്കരഞ്ഞു നമ്മളെ യാത്രക്കാരൻ. 2ാമനോട് പറഞ്ഞു, നോക്കിയാക്കിയപ്പോൾ പറയണേ, ഇവൻ ഇങ്ങനെ പറഞ്ഞു, ഞങ്ങൾ ഈ വിശ്വാസവചന ചെയ്താൽ നടക്കുമോ? ഒരു കാര്യം ചെയ്യും, ഓൻ പോട്ടെ, ഞാനുണ്ടല്ലോ, പിന്നെ ഇവനുണ്ടല്ലോ, ഓൻ അവിടെ നിൽക്കട്ടെ, ഇങ്ങനത്തെ വഞ്ചകന്മാരെ നമുക്ക് എന്തിനാ, നമുക്ക് മുന്നോട്ട് പോകാം. യാത്ര പിന്നെയും മുന്നോട്ട് പോയി. അതിനേക്കാൾ സങ്കീർണമായ മറ്റൊരു ഘട്ടത്തിലെത്തിയപ്പോൾ ഈ 2ാമത്തെ കൂട്ടുകാരൻ അടുത്ത് നിന്ന് തോളിൽ പിടിച്ച് ചേർത്ത് പിടിച്ചിട്ട് പറഞ്ഞു, ഒന്നും വിചാരിക്കരുത് കേട്ടോ, ഞാൻ ഇവിടെ വരെ ഉള്ളേ. ആ സമയത്ത് നമ്മളെ യാത്രക്കാരൻ്റെ ജീവിതത്തിലെ തകർച്ചയുടെ മുട്ടുകുത്തി കരഞ്ഞു. അയാൾ ആർത്ത് കരഞ്ഞു. അങ്ങനെ പറയലേ, 1ാമൻ പോയ സങ്കടം മാറിയിട്ടില്ല. 2ാമനായി ഇയും കൂടി പോയി ഞാൻ എന്ത് ചെയ്യും? യാത്ര അങ്ങനെ പൂർത്തിയാക്കും, എൻ്റെ വസ്തുക്കൾ അങ്ങനെ സൂക്ഷിക്കും, എനിക്കങ്ങനെ മുന്നോട്ട് പോകാൻ പറ്റും. വളരെ സങ്കടത്തോടു കൂടി അങ്ങനെ നിൽക്കുന്ന സമയത്ത് ഈ 2ാമൻ പറഞ്ഞു, ഒരു രക്ഷയില്ല മോനെ, ഇവിടെ വരെ വരാൻ പറ്റും, ഇതിൻ്റെ അപ്പുറത്തേക്ക് എനിക്ക് വരാൻ കഴിയില്ല. വളരെ നിസ്സഹായനായി 3ാമത്തെ കൂട്ടുകാരൻ നോക്കിയപ്പോൾ 3ാമത്തെ കൂട്ടുകാരൻ അടുത്ത് നിന്ന് മുട്ടുകുത്തിയിരിക്കുന്ന യാത്രക്കാരനെ എണീപ്പിച്ച് നിർത്തി തോളിൽ പിടിച്ച് ചേർത്ത് പിടിച്ച് കവളത്തിൽ മുത്തം കൊടുത്തിട്ട് ചെവിയിൽ പറഞ്ഞു, ഞാനുണ്ടാവും എൻ്റെ കൂടെ,
നീ എവിടെ വരെ പോകുന്ന അവിടെ വരെ ഞാനുണ്ടാകും. അപ്പം അവനെ നിർത്തി വെച്ചിട്ട് ചോദിച്ചു, സത്യാണോ? ഒന്നാമെന്നെ ചതിച്ചു, രണ്ടാമത്തോനെന്നെ പറ്റിച്ചു, നീയും കൂടി എന്നെ പറ്റിക്കോ? ഇല്ല, ഞാനുണ്ടാകും, അങ്ങേയറ്റം വരെ ഞാനുണ്ടാകും. ആ യാത്ര അങ്ങേയറ്റം വരെ അയാളുടെ കൂടെ ഈ മൂന്നാമത്തെ സുഹൃത്തുണ്ടായിരുന്നു. നബി ഹുറൈറ റളിയല്ലാഹു അൻഹു ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മസലി ബിനി ആദമ, ആദമിൻ്റെ മകൻ്റെ ഉദാഹരണം, എൻ്റെ ഉദാഹരണം, നിങ്ങളുടെ ഉദാഹരണം, നമ്മിലെ ഓരോരുത്തരെയും ഉദാഹരണം കസലാസത്തി യഖ്വത്തിൻ ഔ കസലാസത്തി അസ്ഹാബിൻ, 3 കൂട്ടുകാരുള്ള ഒരു യാത്രക്കാരനെ പോലെയാണ്, 3 സഹോദരനുള്ള ഒരു യാത്രക്കാരനെ പോലെയാണ്. എൻ്റെ ഉദാഹരണം, നിങ്ങളുടെ ഉദാഹരണം. ഫഖാലൽ അവ്വൽ, അപ്പോൾ ഒന്നാമത്തെ കൂട്ടുകാരൻ, എന്താണ് ആ കൂട്ടുകാരുടെ പ്രത്യേകത? അഹിലിഹി മാലിഹി വഅഹിലിഹി വഅമലിഹി, മാലിഹി വഅഹിലിഹി വഅമലിഹി. ഒന്നാമത്തെ കൂട്ടുകാരൻ സമ്പത്താണ്, രണ്ടാമത്തെ കൂട്ടുകാരൻ അവൻ്റെ കുടുംബമാണ്, വഅമലിഹി മൂന്നാമത്തെ അവൻ്റെ കർമ്മങ്ങളാണ്. ഒന്നാമത്തെ കൂട്ടുകാരൻ അവൻ പറഞ്ഞു, അന മഅക ഫീ ഹയാത്തിക, ഞാൻ ജീവിച്ചിരിക്കുമ്പോൾ എൻ്റെ കൂടെ ഉണ്ടാവട്ടോ, എല്ലാ പ്രശ്നങ്ങളിലും ഇടപെടാൻ ഞാൻ ഉണ്ടാകും, ഗൂഗിൾ പേ ആയിട്ടും ഫോൺ പേ ആയിട്ടും ഞാൻ കൂടെ ഉണ്ടാകും, എൻ്റെ പോക്കറ്റിലുണ്ടാകും, എൻ്റെ ബാങ്ക് ബാലൻസിലുണ്ടാകും, പ്രതിസന്ധിയിൽ അകപ്പെടുമ്പോൾ എന്നെ ഉയർത്തിക്കൊണ്ടുവരാൻ ഞാൻ ഉണ്ടാകും, എല്ലാ സമയത്തും ഞാൻ നിന്റെ കൂടെ ഉണ്ടാകും. പക്ഷെ ഫഇദാ മിത്ത, നീ മരിച്ചാൽ, നിന്റെ കണ്ണടഞ്ഞാൽ, നിന്റെ ജീവിതത്തിന്റെ കർട്ടൻ അവസാനിച്ചാൽ, വലസ്തു മിൻക വലസ്ത മിന്നി, എനിക്ക് നിന്നിൽ നിന്നോ നിനക്ക് എന്നിൽ നിന്നോ ഒന്നും ഉണ്ടാവില്ല. എനിക്ക് അത്ര എൻ്റെ കൂടെ വരാൻ പറ്റുള്ളൂ. അതിൻ്റെ അപ്പുറത്തേക്ക് നീ ജീവന് തുല്യം സ്നേഹിച്ച എനിക്ക് നിനക്ക് വേണ്ടി പരമാവധി ചെയ്യാൻ സാധിക്കുക 2-3 കഷ്ണം തുണി മാത്രമാണ്. അതിൻ്റെ അപ്പുറത്തേക്ക് ഒന്നും ചെയ്യാൻ കഴിയില്ല. നീ സമ്പാദിച്ച ഒരു സമ്പാദ്യവും നിന്റെ കൂടെ വരാനോ നിന്റെ ഒപ്പം നിൽക്കാൻ എനിക്ക് പറ്റൂല. എൻ്റെ യാത്ര അവിടെ അവസാനിക്കും. ഒക്കാലത്താനി, രണ്ടാമത്തെ കൂട്ടുകാരൻ അഖിലഹു, അവൻ്റെ കുടുംബമാണ്. കുടുംബം നമ്മുടെയൊക്കെ പ്രതീക്ഷയാണ്. എല്ലാ സമയത്തും നമ്മുടെ കൂടെ ഉണ്ടാകുന്ന, നമുക്ക് തണിയാകുന്ന, നമുക്ക് ആശ്വാസമേകുന്ന, നമ്മെ ചേർത്ത് പിടിക്കുന്ന നമ്മുടെ കുടുംബം പറത്രേ, അന മഅക ഫീ ഹയാത്തിക, നിന്റെ ജീവിത സമയത്ത് ഞാൻ ഉണ്ടാകും. ജീവിതകാലത്ത് മാത്രമല്ല, വമൗത്തിക, നീ മരിക്കുമ്പോഴും ഉണ്ടാകും. ആളുകൾക്ക് വിളിച്ചു പറയും, ഖബർ കുത്താൻ ആളുകൾ പാടാക്കും, കൂട്ടത്തിലിരുന്ന് പൊട്ടിക്കരയാൻ ആളുണ്ടാകും, വാട്സപ്പിൽ മെസ്സേജ് അയക്കും, നിനക്ക് വേണ്ടി തുണി വാങ്ങും, നിനക്ക് വേണ്ടി വിഭവങ്ങൾ സമാഹരിക്കും, നിന്റെ അവസ്ഥകളും നിന്റെ സന്തോഷവും നിന്റെ സങ്കടവും നിന്റെ കുറവുകളും ഒക്കെ പങ്കുവെക്കും. അങ്ങനെ ആ മരണ വീട്ടിന്റെ അവസാനത്തെ ഘട്ടം വരെ നിന്റെ കൂടെ ഉണ്ടാകും നിന്റെ കുടുംബം. പക്ഷേ ആ കാടിന്റെ ഭാഗത്തെത്തിയാൽ, രണ്ടാമത്തെ കൂട്ടുകാരൻ കാടിന്റെ ഭാഗത്തെത്തിയാൽ, വലസ്തു മിൻക വലസ്ത മിന്നി, എനിക്ക് നിന്നിൽ നിന്നോ നിനക്ക് എന്നിൽ നിന്നോ ഒന്നും ഉണ്ടാവില്ല. നീ ഒന്നും പ്രതീക്ഷിച്ചിട്ട് കാര്യമില്ല, എനിക്ക് തരാൻ കഴിയില്ല. എത്ര സ്നേഹസമ്പന്നനായ വാപ്പയുടെ ഖബറിലേക്കും മകന് പ്രവേശനമില്ല, ഭാര്യയുടെ ഖബറിലേക്ക് ഭർത്താവിന് പ്രവേശനമില്ല. അങ്ങനെ അട്ടഹസിച്ച് കരഞ്ഞിട്ട് കാര്യവുമില്ല. അവിടെ കൊണ്ടുപോയി അവിടെ വെച്ച് കട്ട വെച്ച് മണ്ണിട്ട് മൂടി സലാം പറഞ്ഞ് തിരിച്ചങ്ങോട്ട് പോരും. അവിടെ വരെ എനിക്ക് അനുവാദമുള്ളൂ, അത്രേ എനിക്ക് പറ്റുള്ളൂ എന്ന് രണ്ടാമത്തെ കൂട്ടുകാരൻ. മൂന്നാമത്തെ കൂട്ടുകാരൻ, അത് വഅമലുഹു, അവൻ്റെ കർമ്മങ്ങളാണ്, അവൻ്റെ നോമ്പാൻ, അവൻ്റെ സക്കാത്താൻ, അവൻ്റെ ഹജ്ജാൻ, അവൻ്റെ ഫിത്ർ സക്കാത്താൻ, അവൻ്റെ ഈ അർത്ഥത്തിലെ ഇരുത്തങ്ങളാണ്, തറാവീഹാൻ, ആരാധനാ കർമ്മങ്ങളാണ്, തസ്ബീഹാൻ, തഹ്ലീലാൻ, തഹജ്ജുദാൻ, എല്ലാ കർമ്മങ്ങളും. കർമ്മം പറയത്രേ, അനമാക്ക ഫീ ഹയാത്തിക്ക, ജീവിച്ചിരിക്കുമ്പോൾ ഞാൻ നിന്റെ കൂടെ ഉണ്ടാവും. സത്യത്തിൽ നിനക്ക് എന്നോട് വലിയ താല്പര്യമൊന്നും ഉണ്ടാവില്ല, ആകെ ക്ഷീണിച്ച് അവശനായി അസ്വസ്ഥപ്പെട്ടിട്ടൊക്കെ ചെയ്യുക, എന്നാൽ എൻ്റെ കൂടെ ഉണ്ടാകും. വമൗത്തിക്കയ്യും മരിച്ചാലുണ്ടാകും. മരിച്ചു കഴിഞ്ഞാൽ നിന്നെ അവിടെ കിടത്തുന്ന സമയത്ത് നിനക്കൊരു വെളിച്ചമായി, നിനക്കൊരു താങ്ങായി, തണലായി ആ പരിസരത്ത് ഞാൻ അങ്ങനെ ഉണ്ടാകും. അങ്ങനെ നിന്റെ പരലോക ജീവിതത്തിൽ, നിന്റെ ഖബർ ജീവിതത്തിൽ, നിന്റെ അങ്ങേയറ്റത്തെ വിജയം വരെ ഞാൻ നിന്റെ കൂടെ ഉണ്ടാകും. ഇതാണ് ഹദീസ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചേർത്ത് പറയുന്നുണ്ട്, ഒരു മനുഷ്യൻ മരിച്ചാൽ മരണപ്പോ എളുപ്പമുണ്ടല്ലോ, കൂട്ടിവെച്ചതൊന്നും കൂട്ടിലില്ലാത്ത ലോകത്തേക്കുള്ള യാത്രയിലാണ് നമ്മളുള്ളത്. ഒന്നും നമുക്ക് കിട്ടൂല. ഇപ്പോഴത്തെ ഒരു പുതിയ സാഹചര്യത്തിൽ എങ്ങനെയാ മരിക്കുക, എപ്പോഴാണ് മരിക്കുക എന്ന് പറയാൻ പറ്റൂല. ഒന്നിരിക്കെ സ്വാഭാവികമായ മരണം, അത്ഭുതകരമായ മരണം, അല്ലെങ്കിൽ വല്ല വണ്ടി ഇടിച്ചിട്ടോ, അല്ലെങ്കിൽ വല്ല ജന്തുക്കൾ, ഞങ്ങളുടെ നാട്ടിലാണെങ്കിൽ ആന കുത്തിയിട്ടൊക്കെ മരിക്കുക, അല്ലെങ്കിൽ ആരെയും ചുറ്റിയോട് തല്ലിക്കൊല്ലും. അങ്ങനെ മരണം എന്നുള്ളത് ഒരു പ്രശ്നമല്ലാത്തൊരു കാലത്താണ് മരണത്തെക്കുറിച്ചുള്ള ആലോചന നമ്മുടെ മുമ്പിൽ കടന്നു വരുന്നത്. അങ്ങനെ അവസാനിക്കുന്ന ഈ ജീവിതത്തിൽ ഖബറിലെത്തിയാൽ ആളുകളൊക്കെ പിരിഞ്ഞു പോന്നാൽ ഓരോരുത്തർക്കും അവനവൻ്റെ സ്വയം ബുദ്ധി ഉണ്ടാവും. അത്രേ, പഠിച്ചവനെ രാവിലെ പഴം വാങ്ങാൻ വേണ്ടി അങ്ങാടിക്ക് ഇറങ്ങിയതാണല്ലോ, രാവിലെ എന്തോ കാര്യത്തിന് വേണ്ടിയിട്ട് ആനത്തൂരം അങ്ങാടിക്ക് വന്നതാണല്ലോ, ഇന്ന് ഞാനില്ല, എൻ്റെ കുടുംബമല്ല, മുകളിൽ കല്ലുകളാണ് അല്ലെങ്കിൽ പലകയാണ്, ഞാൻ എന്ത് ചെയ്യും?
ആ ഒരു ഘട്ടത്തിലായിരിക്കും അവിടെ വെളുത്ത് സുന്ദരനായ എന്നെപ്പോലത്തെ ഒരാളവിടെ വരുത്രേ. എന്നിട്ട് പറയും, അറിയോ എനിക്ക്? ഇല്ല, അറിയില്ല. ഞാൻ നിന്റെ നന്മകളാണ്, നിന്റെ കർമ്മങ്ങളാണ്, നിന്റെ സ്നേഹസമ്പന്നമായ പെരുമാറ്റങ്ങളാണ്, നിന്റെ ആരാധനാ കർമ്മങ്ങളാണ്, നീ താല്പര്യമില്ലാതെ ചെയ്തില്ലേ, അതൊക്കെ ഞാനാണ് എന്ന് പറഞ്ഞ് നീ വിഷമിക്കണ്ട. നിനക്ക് ഓർമ്മയില്ലേ പ്രവാചകന്റെ വചനം? നീ നിന്റെ ജീവിതത്തിന്റെ അങ്ങേ അറ്റം വരെ നിന്റെ കൂടെ ഞാനുണ്ടാകും, ഒരു താങ്ങായി, ഒരു തണലായി. മറ്റൊരു ഹദീസിൽ റസൂൽ പറയുന്നത്, വേറൊരാൾ വരത്രേ, അല്ലെങ്കിൽ തന്നെ പേടിച്ച് ഈ പറഞ്ഞതൊക്കെ സത്യമായി എന്ന് ബോധ്യപ്പെട്ട ഖബറിലിരിക്കുന്ന സമയത്ത് ഒരു കറുത്ത മനുഷ്യൻ വരും. അയാൾ വന്നിട്ട് തിരിച്ച് ബാക്കിൽ നിന്ന് ഇങ്ങനെ തോണ്ടും. തിരിഞ്ഞു നോക്കുമ്പോൾ നിങ്ങൾ ആരാണെന്ന് പറയുമ്പോൾ പറയത്രേ, എനിക്കെന്നെ അറിയില്ല, മനസ്സിലായില്ല. നീ പറഞ്ഞ കളവുകളാണ്, നീ ചെയ്ത തെറ്റുകളാണ്, നീ ചെയ്ത തിന്മകളാണ്, നീ ചെയ്ത മോശപ്പെട്ട പ്രവർത്തനങ്ങളാണ്. ഞാൻ ഉണ്ടാവും തൻ്റെ കൂടെ, ഇവിടെ മാത്രമല്ല അവിടെ വരെ ഉണ്ടാകും. കർമ്മങ്ങൾക്ക് അങ്ങനെ ഒരു പ്രത്യേകത ഉണ്ട്, നല്ലതും കൂടെ ഉണ്ടാവും, ചീത്തതും കൂടെ ഉണ്ടാവും. സഹോദരന്മാരെ, ഞാൻ അവസാനിപ്പിക്കുകയാണ്. നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും ശ്രദ്ധേയമായ, ഏറ്റവും ലളിതമായ, ഏറ്റവും രസകരമായ റമദാനാണ് വേർപെട്ടു പോകുന്നത്. ആളുകൾ പറയാറുണ്ട് അവസാനത്തെ പത്താണ്. ശരിക്കും റമദാന്റെ അവസാനത്തെ പത്തല്ല, നമ്മുടെയൊക്കെ അവസാനത്തെ പത്താണ്. നമ്മുടെയൊക്കെ അവസാനത്തെ പത്താണ്. പ്രതീക്ഷയോടുകൂടി നമ്മൾ അള്ളാഹിനോട് കൈകൾ ഉയർത്തിയിട്ടില്ല, ചോദിച്ചിട്ടില്ല. ഇന്നലെ എന്നോട് ഒരാൾ പറയാൻ, ഞാൻ സത്യം പറഞ്ഞാൽ ഒന്നും പ്രാർത്ഥിച്ചിട്ടില്ല. അയാളമ്മ അവിടെ സുഖമില്ലാതെ കിടക്കാൻ, ഒന്നും പ്രാർത്ഥിച്ചിട്ടില്ല, ഒന്നും പറഞ്ഞിട്ടുമില്ല, ഒന്നും ചോദിച്ചിട്ടുമില്ല. ചോദിക്കാതെ അല്ല തരൂല്ല. അപ്പൊ അള്ളാഹുവിനോട് ചോദിക്കുകയാണ്. ഇപ്പം നാളെ 27-ാം രാവാണ്. നമ്മൾ ഒന്ന് മനസ്സ് വെച്ച് പ്രതീക്ഷയോടുകൂടി, ഒരു നാട്ടിൽ മഴയ്ക്ക് വേണ്ടിയുള്ള ഒരു വലിയ സംഗമം നടന്നു, പ്രാർത്ഥന. എല്ലാ മനുഷ്യരും, സ്ത്രീകളും കുട്ടികളൊക്കെ വന്നു. ഒരു കുട്ടീൻ്റെ അത്ര കൊടയും പിടിച്ചിട്ടുണ്ട് വരുന്നത്. അപ്പോൾ ആൾക്കാർ കളിയാക്കി, എന്താ മോനെ കൊട? മഴയ്ക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനയല്ലേ, അതുകൊണ്ട് മഴ പെയ്യൂലേ, അള്ളാഹിനോടല്ലേ പ്രാർത്ഥിക്കണേ. പക്ഷെ അവിടെ വന്ന് ഒരൊറ്റ മനുഷ്യനും കൊട കൊടുത്തിട്ടില്ല. ആളുകൾ അവർ കളിയാക്കി, കുട്ടികൾ അവനെ കളിയാക്കി. പ്രാർത്ഥന കഴിഞ്ഞതും തകർത്ത് പെയ്തു മഴ. ആ ആളുകൾക്കിടയിലൂടെ ഈ കൊടയും ചൂടി കുട്ടി പോകുന്നത് വല്ലാത്തൊരു അനുഭവമായിരുന്നു അവരെ. ഞാൻ പറയുന്നത്, നമുക്കൊരു പ്രതീക്ഷ അല്ല, നമുക്കൊരു ആശയില്ല, നമുക്കൊരു പ്രത്യാശയില്ല. അള്ളാഹിനെ കുറിച്ചുള്ള ആ ഒരു മനസ്സിലുള്ള അങ്ങേറ്റത്തെ അടുപ്പവും അങ്ങേറ്റത്തെ ഇഷ്ടവും നമുക്ക് സമർപ്പിക്കാൻ സാധിച്ചാലാണ് നമ്മുടെ കർമ്മങ്ങൾ നമ്മൾ കൂടെ പോരുള്ളൂ. വേറുള്ളതൊന്നും നമുക്ക് ഉണ്ടാവില്ല, ഒന്നും ഉണ്ടാവില്ല, ഒന്നും നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയൂല. അതുകൊണ്ട് ഇനിയുള്ള ദിവസങ്ങളെങ്കിലും ഏതെങ്കിലുമൊക്കെ കുറവുകളുണ്ടെങ്കിൽ അതൊക്കെ പരിഹരിച്ച്, ചോദിക്കാനുള്ളതൊക്കെ ഒന്ന് ചോദിച്ച്, പേപ്പറിൽ എഴുതി ചോദിച്ച്, സങ്കടങ്ങളും സന്തോഷങ്ങളും ഒക്കെ അള്ളാഹിന്റെ മുമ്പിൽ സമർപ്പിച്ച് വളരെ കരുത്തോടെ മുന്നോട്ട് പോകാൻ നമുക്ക് സാധിക്കേണ്ടതാണ്. അതുകൊണ്ടാണ് ഏറ്റവും പ്രധാനപ്പെട്ട 3 കൂട്ടുകാരെ പരിചയപ്പെടുത്തിയതിൽ ഇതിൽ സമ്പത്ത് വേണ്ടെന്നൊന്നുമില്ല കേട്ടോ. സമ്പത്ത് വേണം, സമ്പത്തിനൊരു പരിധിയുണ്ട്, ഒരു പരിമിതിയുണ്ട്. അതിൻ്റെ അപ്പുറത്തേക്ക് സമ്പത്തിനൊന്നും നമുക്ക് വേണ്ടി ചെയ്യാൻ കഴിയില്ല. മാത്രമല്ല, നാളെ റബ്ബിന്റെ കൂടുതൽ വലിയ ഭാരമാകും. സ്വർഗത്തെ കുറിച്ച് ഇങ്ങനെ പറഞ്ഞെടുത്ത് അബ്ദുറഹ്മാൻ ഇബ്നു ഔഫിനെ പറ്റി നബി പറഞ്ഞത്, ബിലാലൊക്കെ നേരത്തെ സ്വർഗത്ത് പോയിട്ടോ, അബ്ദുറഹ്മാനെ കുറച്ച് നേരം വെക്കും. ആ സദസ്സിൽ അദ്ദേഹം ഉണ്ടായിരുന്നില്ല. ബിലാൽ റളിയല്ലാഹു പുറത്തു പോയിട്ട് സന്തോഷത്തിന് പറയാം, അബ്ദു ഈ കുറച്ച് നേരം വെക്കിട്ടോ, ഞാനൊക്കെ നേരത്തെ പോകും, റസൂല് പറഞ്ഞതാ. കുഴപ്പമില്ല, 2 ദിവസം കഴിഞ്ഞാലും കിട്ടിയാൽ മതി എന്നല്ല പറഞ്ഞത്. വളരെ സങ്കടത്തോട് നബിന്റെ അടുക്കൽ വന്ന്, വളരെ സങ്കടത്തോട് നബി നിങ്ങൾ അങ്ങനെ പറഞ്ഞോ? അബ്ദു സ്വർഗത്തിൽ പോകില്ല എന്നല്ല, സ്വർഗത്തിലെത്താൻ നേരം വൈകും. വേണ്ട, നേരം വൈകാൻ പറ്റൂല. ബിലാലിന്റെ മുമ്പില്ലെങ്കിലും ബിലാലിന്റെ ഒപ്പമെങ്കിലും എനിക്ക് സ്വർഗത്തിലെത്തണം എന്ന് പറഞ്ഞ് പൊട്ടിക്കരഞ്ഞ് തൻ്റെ ഏറ്റവും ലാഭവിഹിതമുള്ള തോട്ടം അള്ളാഹിന്റെ മാർഗത്തിൽ സ്വതഖ കൊടുത്ത അബ്ദുറഹ്മാൻ ഇബ്നു ഔഫിനെ നമ്മൾ പഠിക്കണം. ഞാൻ പറയുന്നത്, നമ്മുടെ കർമ്മങ്ങൾ മാത്രമേ നമുക്ക് ഉണ്ടാവുള്ളൂ. നമ്മളിൽ നിന്ന് മരണപ്പെട്ടു പോയ കുറേ ആളുകൾ നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. അവർക്കൊക്കെ എന്താ തണി? മക്കൾ പോലും അവരെ മറന്നിട്ടുണ്ടാകും, കുടുംബങ്ങൾ മറന്നിട്ടുണ്ടാവും, എല്ലാവരും മറന്നിട്ടുണ്ടാവും. എൻ്റെ മകന് വേണ്ടി, എൻ്റെ കുട്ടിക്ക് വേണ്ടി, എൻ്റെ ഉപ്പാക്ക് വേണ്ടി ഞാൻ കൊടുത്ത ധർമ്മങ്ങൾ, ഞാൻ പ്രാർത്ഥിച്ച പ്രാർത്ഥനകൾ, അങ്ങനെ അവരിലൂടെ നമ്മൾ എടുത്ത ആ കർമ്മങ്ങളുണ്ടല്ലോ, അത് മാത്രം. അവരൊറ്റയ്ക്ക് ചെയ്ത കർമ്മങ്ങളുണ്ടല്ലോ, അതിങ്ങനെ ഒരു 110ന്റെ ബൾബ് പോലെ അങ്ങനെ പ്രകാശിച്ചുകൊണ്ടിരിക്കും. ഇല്ലെങ്കിൽ എപ്പോഴും കൂരിട്ടായിരിക്കും നമ്മുടെ ഖബറിൽ ഉണ്ടാവുക എന്ന് റസൂൽ പഠിപ്പിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല കർമ്മങ്ങൾ നന്നാക്കി നല്ല കാര്യങ്ങൾ ആത്മാർത്ഥമായിട്ട് ചെയ്ത് അള്ളാഹുവിൻ്റെ പ്രീതിക്ക് വേണ്ടി ഈ കാര്യങ്ങളൊക്കെ നിർവഹിക്കുവാൻ നമ്മെല്ലാവരും അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മുടെ തെറ്റുകളും കുറ്റങ്ങളും വീഴ്ചകളും കുറവുകളും അള്ളാഹു നമുക്ക് വിട്ടുപുറത്ത് മാപ്പാക്കി നമ്മെല്ലാവരും അനുഗ്രഹിക്കുമാറാവട്ടെ. ജീവിക്കുന്ന കാലത്തോളം അള്ളാഹു നമ്മെല്ലാവരും സന്തോഷത്തിലും സമാധാനത്തിലും ശാന്തിയിലും ജീവിക്കാൻ അവസരം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. നല്ല കർമ്മങ്ങൾ ആത്മാർത്ഥമായി, നമ്മുടെ ആരാധനാ കർമ്മങ്ങളാവട്ടെ, തഹജ്ജുദ് ആവട്ടെ, മറ്റു പ്രാർത്ഥനകളാവട്ടെ, ഇതൊക്കെ വളരെ ആത്മാർത്ഥമായി അള്ളാഹുവിന് സമർപ്പിക്കാനുള്ള ഭാഗ്യം നൽകി അള്ളാഹു എല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. എല്ലാത്തിനും ഉപരി അള്ളാഹിൻ്റെ ഒരു വിളി വന്നാൽ നമ്മൾ അങ്ങോട്ട് തിരിച്ചു പോകണം, എല്ലാം ഇട്ടെറിഞ്ഞ് തിരിച്ചു പോകണം. അങ്ങനെ തിരിച്ചു പോകുന്ന സമയത്ത് ചിരിച്ചുകൊണ്ട് മരിക്കുന്ന
നെറ്റിത്തടത്തിൽ വിയർപ്പോടുകൂടി മരിക്കുന്ന, സന്തോഷത്തോടെ മരിക്കുന്ന, ആശങ്കയില്ലാതെ മരിക്കുന്ന, സ്വർഗത്തിൻ്റെ ഫോട്ടോ കണ്ട് മരിക്കുന്ന യഥാർത്ഥ മുത്തഖീങ്ങൾ അല്ലാഹു നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻത സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻത തവ്വാബുർ റഹീം. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. എൻ്റെ